അൺപ്രൊഫഷണലായ ആളുകളുടെ ശീലങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ചിലരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, ഒട്ടും പ്രൊഫഷണലിസം ഇല്ലാത്ത ഒരാളാണ് എന്ന് പറയാറില്ലേ. എങ്ങനെയുള്ളവരെയാണ് മറ്റുള്ളവരങ്ങനെ പറയുക എന്ന് നമുക്ക് നോക്കാം. അൺപ്രൊഫഷണലായ ആളുകളുടെ ഒന്നാമത്തെ ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പങ്ക്ച്വാലിറ്റി ഉണ്ടായിരിക്കില്ല. ഒരു ഓഫീസിൽ സമയത്ത് വരികയോ സമയത്ത് പോവുക അങ്ങനെയുള്ള സ്വഭാവം അവർക്ക് ഉണ്ടായിരിക്കില്ല. കഴിയുന്നതും വൈകി വരികയും നേരത്തെ പോവുകയൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സബ്മിറ്റ് ചെയ്യാൻ ഒരു ഡെഡ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാത്ത ആളുകളായിരിക്കും. എപ്പോഴും ആ ലാസ്റ്റ് മിനിറ്റിൽ ഇല്ലെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുക, സമയം ചോദിക്കുക, അങ്ങനെയുള്ള സ്വഭാവമൊക്കെ ഉള്ള ആളുകളായിരിക്കും. പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് ഇവർക്കുണ്ടായിരിക്കില്ല. പങ്ക്ച്വാലിറ്റി ഇല്ലാത്ത ആളുകളെ നമ്മൾ ഒരിക്കലും പ്രൊഫഷണലായി കണക്കാക്കുകയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വളരെയധികം സംസാരിക്കുന്ന ആളുകളായിരിക്കും. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവില്ല. ഇവർക്ക് ലിസണിങ് സ്കിൽ ഉണ്ടായിരിക്കില്ല. എപ്പോഴും സ്വന്തം അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ കേൾക്കാൻ തയ്യാറാവാതിരിക്കുക, അങ്ങനെയുള്ള ആളുകളെയും പ്രൊഫഷണൽ ആണെന്ന് പറയാൻ കഴിയില്ല. പിന്നെയുള്ളതാണ് സേയിങ് യെസ് ടു എവറിത്തിങ്. എന്ത് ജോലി തന്നാലും എല്ലാത്തിനും യെസ് പറയുന്ന ആളുകളെ പ്രൊഫഷണലായി കണക്കാക്കാൻ കഴിയില്ല. അതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാ സമയത്ത് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഓവറായിട്ട് കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബേൺ ഔട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ എനർജിയൊക്കെ ഡ്രെയിൻ ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വളരെയധികം ടയേർഡാവും. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അക്യുറസിയോടുകൂടി നന്നായി ചെയ്യാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സമയത്തത് ഫിനിഷ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിനും കയറി യെസ് പറയാതിരിക്കുക. നമ്മൾ തന്നെ ചിന്തിക്കുക, നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചതിന് ശേഷം പറ്റാത്ത കാര്യങ്ങൾക്ക് നോ പറയാൻ യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും യെസ് പറയുന്നത് നമ്മുടെ കഴിവായിട്ടല്ല അംഗീകരിക്കപ്പെടുക. അത് നമുക്ക് സ്ട്രാറ്റജിക് തിങ്കിങ് ഇല്ലാത്തതിൻ്റെ, നമുക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ അറിയാത്തതിൻ്റെയൊക്കെ ഒരു കുഴപ്പമായിട്ടാണ് കണക്കാക്കപ്പെടുക. പിന്നെയുള്ളതാണ് റെസ്പോണ്ടിങ് ലേറ്റ് ടു മെസ്സേജസ്. എന്തെങ്കിലുമൊക്കെ ഓഫീസിൽ നിന്ന് മെസ്സേജസ് വരുന്നുണ്ടായിരിക്കും, എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോഴൊക്കെ ലേറ്റായിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യുന്ന ആളുകൾ. ഇന്നൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ, ഇന്നൊരു മെയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ കൊടുക്കാൻ നമ്മൾ ഒരുപാട് സമയം എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ടാണ്, അത് 2 ദിവസത്തിന് ശേഷമൊക്കെയാണ് അത് കാണുന്നതെങ്കിൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ എന്തെങ്കിലുമൊക്കെ കാര്യമാണെങ്കിൽ ആകെ പ്രശ്നവും. അർജൻറ്റായ മാറ്ററിലൊക്കെ നമ്മൾ ലേറ്റായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ പ്രൊഫഷണലായി കണക്കാക്കാൻ കഴിയുകയില്ല. പിന്നെയുള്ള സംഭവമാണ് ഓവർ ഷെയറിങ് പേഴ്സണൽ ഇൻഫോ. നമ്മൾ ഓഫീസിൽ പോയിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണലായ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊളീഗ്സിനോട് ഒക്കെ ഒരുപാട് ഷെയർ ചെയ്യുന്നത് അതൊരു അൺപ്രൊഫഷണൽ കാര്യമായിട്ടാണ് കണക്കാക്കപ്പെടുക. പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ക്രെഡിബിലിറ്റി ഇല്ലായ്മയെ, നമ്മുടെ ഫോക്കസ് ഇല്ലായ്മയൊക്കെയാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ അൺകംഫർട്ടബിൾ ആക്കുകയും ചെയ്യും, അവർക്ക് ഡിസ്ട്രാക്ഷൻ ആവുകയും ചെയ്യും. പിന്നെയുള്ളതാണ് ഹാവിങ് എ മെസ്സി വർക്ക് പ്ലേസ്. നമ്മുടെ ടേബിൾ വൃത്തിയാക്കാതിരിക്കുക, ചായ കുടിച്ച കപ്പൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരിക്കും. ഓർഗനൈസ് ആയ ഒരു വർക്ക് പ്ലേസ് അല്ല നിങ്ങളുടേതെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡോക്യുമെൻറ്റ്സ്, ഫയൽസ് എന്തെങ്കിലുമൊക്കെ തിരയണമെങ്കിൽ അത് കിട്ടണമെങ്കിൽ ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആവും. ഇങ്ങനെ ആകെ മെസ്സിയായി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് പെട്ടെന്നൊരു പേന തരണമെങ്കിൽ കൂടി ചിലപ്പോൾ കണ്ടുകിട്ടിയെന്ന് വരില്ല. ഒരു മെസ്സി പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ട്രാക്റ്റഡ് ആയ മൈൻഡിനെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, നമ്മൾ താമസിക്കുന്ന സ്ഥലമൊക്കെ വളരെ വൃത്തിയാക്കി ഓർഗനൈസ്ഡ് ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അൺപ്രൊഫഷണലായ വേറൊരു സ്വഭാവമാണ് ഡ്രസ് കോഡ് പാലിക്കാതിരിക്കുക. ഏതൊരു ഓഫീസിലും ഒരു പ്രത്യേക ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും പാലിക്കാതെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ വസ്ത്രം ധരിച്ച് വരിക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ അൺപ്രൊഫഷണലിസമാണ് ചൂണ്ടിക്കാട്ടുന്നത്. പിന്നെയുള്ള അൺപ്രൊഫഷണലായ ഒരു സ്വഭാവമാണ് കംപ്ലൈനിങ് എവറി ടൈം. എപ്പോഴും ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ട് നടക്കുക. അയ്യോ എനിക്ക് ആ ജോലി കിട്ടി, അപ്പോഴേക്കും ഇത് കിട്ടി, അപ്പോഴേക്കും അവരെ എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നന്നായി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി ചെയ്യുക. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ അത് ബുദ്ധിമുട്ടാണെന്ന് പറയുക, അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് ചോദിക്കുക. അങ്ങനെയൊക്കെ നമ്മളെങ്ങനെയെങ്കിലും അത് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക, നന്നായി ചെയ്യാൻ നോക്കുക. അല്ലാതെ എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ട് നടന്നുകൊണ്ട് നമ്മുടെ കാര്യം വേറൊരാൾ ചെയ്യാനൊന്നും പോകുന്നില്ല. നെഗറ്റിവിറ്റി നമ്മളെ ഡ്രെയിൻ ചെയ്യും. അതുപോലെ തന്നെ ആളുകൾ നമ്മളെ ഒരു പ്രോബ്ലം ഫൈൻഡറായിട്ട് ടാഗ് ചെയ്യും. നമുക്ക് ഒരു പ്രോബ്ലം സോൾവറാണ് നമ്മളാവേണ്ടത്. നമ്മളെ മറ്റുള്ളവർ ഇങ്ങനെ ഒരു പ്രോബ്ലം ഫൈൻഡറായിട്ട്, നെഗറ്റീവ് പേഴ്സണായിട്ട്, കംപ്ലൈൻറ്റ് ബോക്സ് ആയിട്ടൊക്കെ ബ്രാൻഡ് ചെയ്യപ്പെടും നമ്മൾ ഓഫീസിൽ. അതുപോലെ തന്നെ അൺപ്രൊഫഷണലായ ആളുകളുടെ വേറൊരു ശീലമാണ് മേക്കിംഗ് എക്സ്ക്യൂസസ് ഫോർ എവറിത്തിങ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ അത് ചെയ്യാതിരിക്കാനുള്ള എക്സ്ക്യൂസസ് കണ്ടെത്തുകയാണെങ്കിൽ, എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്സൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ലീവ് എടുക്കുക, പോവാതിരിക്കുക, എന്നിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടായിരിക്കുമല്ലോ. വിളിച്ച് എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസായിട്ട് വരിക. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്തിനെ വളരെയധികം ബാധിക്കും.
അതുപോലെ തന്നെ ജോലി സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നത്, സ്വകാര്യ സംഭാഷണങ്ങളിൽ മുഴുകുന്നത്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീർച്ചയായും അൺപ്രൊഫഷണലായി തന്നെയാണ് കണക്കാക്കപ്പെടുക. പിന്നെയുള്ളൊരു അൺപ്രൊഫഷണലായ സ്വഭാവമാണ് പുവർ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ നന്നായി സംസാരിക്കാതിരിക്കുക, നമ്മുടെ സീനിയേഴ്സിനോടാണെങ്കിലും കൊളീഗ്സിനോടായാലും മര്യാദയില്ലാതെ പെരുമാറുക, അതുപോലെ നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവാതെ വരിക, അല്ലെങ്കിൽ അവർ പറയുന്നത് അതേ സെൻസിലെടുക്കാൻ നമുക്ക് കഴിയാതെ വരിക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അത് ഒരു പ്രൊഫഷണലിസം ഇല്ലായ്മയായിട്ടാണ് അതിനെ കണക്കാക്കപ്പെടുന്നത്. എല്ലാവരോടും മാന്യമായി പെരുമാറാനാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രൊഫഷണൽ അല്ലാത്ത ആളുകളുടെ ഒരു ശീലമാണ് ടീം സ്പിരിറ്റ് ഇല്ലായ്മ. ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ കൂടി നിന്ന് ഒരു ടീം പോലെ പ്രവർത്തിക്കാനുള്ള കഴിവില്ലായ്മ, എപ്പോഴും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുകയും സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട് ഞാൻ മികച്ചതാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊരിക്കലും ഒരു കഴിവായിട്ടല്ല കണക്കാക്കപ്പെടുക. നമ്മുടെ ടീമിനോട് ചേർന്ന് യോജിച്ചു പോകാനുള്ള നമ്മുടെ കഴിവില്ലായ്മയായിട്ടാണ് അത് കണക്കാക്കപ്പെടുക. അപ്പോൾ എപ്പോഴും ഒരു ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നതിന് പുറമെ ഒരു ടീമിൻ്റെ കൂടെ ഒറ്റക്കെട്ടായി നിന്ന് വർക്ക് ചെയ്യാനും പഠിക്കണം. അതുപോലെ തന്നെ വേറൊരു മോശപ്പെട്ട സ്വഭാവമാണ് ഗോസിപ്പിലൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് കാണിക്കുക. നമ്മുടെ കൊളീഗ്സിനെ പറ്റിയാണെങ്കിലും ഇല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരെ പറ്റിയാണെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ്, നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളയുക. നമ്മൾ തന്നെ പറയണമെന്നില്ല, മറ്റുള്ളവർ പറയുമ്പോൾ ആ ഗ്രൂപ്പിൽ പോയിരുന്നത് കേൾക്കുന്നതും അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നതും എല്ലാം ഒരു അൺപ്രൊഫഷണലായ കാര്യമാണ്. നമ്മൾ പോകുന്നത് ജോലി ചെയ്യുക, അതിനുള്ള ശമ്പളം മേടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അല്ലാതെ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അവിടെ പോയി പറയാനോ അതിനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു അൺപ്രൊഫഷണലായ സ്വഭാവമാണ്.